ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നോമ്പ് ധ്യാന ചിന്തകൾ അതിൻ്റെ 19-ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇന്നത്തെ ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ അത്യന്തം ആഴമുള്ള വചനങ്ങളാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. ഈ വചനങ്ങൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഹൃദയത്തിലേക്കാണ് നമ്മെ നയിക്കുന്നത്. ലോകത്തെ പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ പ്രകാശം ലോകത്തിലേക്ക് വരികയായിരുന്നു എന്ന് സുവിശേഷകൻ പറയുന്നു. ലോകം ഇരുളാൽ മൂടപ്പെട്ടിരിക്കുന്നതിനിടയിലാണ് ഈ പ്രകാശം വന്നത്. ഈ ഇരുൾ വെറും പ്രകാശമില്ലായ്മയല്ല, അത് പാപത്തിൻ്റെ ഇരുളാണ്, അഹങ്കാരത്തിൻ്റെ ഇരുളാണ്, ദൈവത്തെ മറന്നുപോകുന്ന മനുഷ്യ ഹൃദയത്തിൻ്റെ ഇരുളാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഈ ഇരുൾ കാണാം. നിരാശ, വിഷാദം, കുറ്റബോധം, ഭയം, ആശങ്ക ഇവയെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഇരുളാണ്. പുറത്തേക്ക് എല്ലാം നന്നായി തോന്നിയാലും ഉള്ളിൽ ഒരു ശൂന്യത അനുഭവപ്പെടുന്ന സമയമുണ്ടാകും. അത്തരം സമയങ്ങളിൽ ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നു, യേശു ലോകത്തിൻ്റെ പ്രകാശമാണ്. ഇരുട്ട് എത്രയേറെ ശക്തമായാലും ഒരു ചെറിയ പ്രകാശം വന്നാൽ അത് മാറിപ്പോകും. അതുപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് യേശു കടന്നു വരുമ്പോൾ ഇരുട്ടിന് അധികാരമില്ലാതാകും. അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരമുണ്ടായി, എങ്കിലും ലോകം അവനെ അറിഞ്ഞില്ല. ഇത് വളരെ വേദനാജനകമായ സത്യമാണ്. സൃഷ്ടാവായ ദൈവപുത്രൻ തന്നെ തൻ്റെ സൃഷ്ടിയിൽ തിരിച്ചറിയാതെ പോയി. ഇന്നും അത് തന്നെയാണ് സംഭവിക്കുന്നത്. നാം പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു, എന്നാൽ പലപ്പോഴും യേശുവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാതെ ജീവിക്കുന്നു. നമ്മുടെ തിരക്കുകൾ, സ്വാർത്ഥതകൾ, ലൗകിക ആഗ്രഹങ്ങൾ ഇവയെല്ലാം നമ്മുടെ കണ്ണുകൾ മൂടുന്നു. നോമ്പുകാലം ഒരു ആത്മപരിശോധനയുടെ സമയമാണ്. ഞാൻ യേശുവിനെ ശരിയായി അറിയുന്നുണ്ടോ? അവൻ്റെ വചനത്തെ ഞാൻ കേൾക്കുന്നുണ്ടോ? എൻ്റെ ജീവിതത്തിലെ തീരുമാനങ്ങളിൽ അവനെ ഉൾപ്പെടുത്തുന്നുണ്ടോ? ഇവയെല്ലാം നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. അവനെ സ്വീകരിച്ചവർക്ക് ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. ഇതാണ് ഈ ഭാഗത്തിലെ ഏറ്റവും വലിയ പ്രത്യാശ. യേശുവിനെ സ്വീകരിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ മക്കളാകാനുള്ള മഹത്തായ അനുഗ്രഹം ലഭിക്കുന്നു. ദൈവമക്കളാകുക എന്നത് ഒരു ബഹുമതിയാണ്. അതൊരു ആത്മീയ പിറവിയാണ്. രക്തത്താലോ മനുഷ്യ ചിന്തയാലോ അല്ല, ദൈവത്തിൻ്റെ ചിത്തത്താൽ ലഭിക്കുന്ന ജനനം. നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് തിരിച്ചറിഞ്ഞാൽ നമ്മുടെ ജീവിതം മാറും. നമുക്ക് ആത്മവിശ്വാസം ലഭിക്കും. ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്ന ബോധ്യം നമ്മെ ശക്തരാക്കും. നമുക്ക് പരീക്ഷണങ്ങൾ വരാം, പ്രയാസങ്ങൾ വരാം, പക്ഷേ ദൈവം നമ്മുടെ പിതാവാണ് എന്ന വിശ്വാസം നമ്മെ നിലനിർത്തും. വചനം ശരീരമായി നമ്മുടെ ഇടയിൽ പാർത്തു. ഇത് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഹൃദയമാണ്. ദൈവം ദൂരെയിരിക്കുന്ന ഒരാളായി നിൽക്കാതെ മനുഷ്യനായി വന്നു. നമ്മുടെ വേദനയും സന്തോഷവും പങ്കുവച്ച ദൈവമാണ് യേശു. അവൻ നമ്മുടെ കണ്ണുനീർ കണ്ടു, നമ്മുടെ ദുഃഖം അനുഭവിച്ചു. അവൻ കൃപയും സത്യവും നിറഞ്ഞവനാണ്. ഇന്ന് ഈ ധ്യാനത്തിലൂടെ ദൈവം നമ്മോട് ചോദിക്കുന്ന 2 ചോദ്യങ്ങളാണുള്ളത്. 1, നിന്റെ ഹൃദയത്തിൽ ഞാൻ പാർക്കാൻ നീ തയ്യാറാണോ? 2, നിന്റെ ജീവിതത്തിലെ ഇരുട്ട് നീ എനിക്ക് സമർപ്പിക്കുമോ? ഈ നോമ്പുകാലം ഒരു ക്ഷണമാണ്, പ്രകാശത്തെ സ്വീകരിക്കാനുള്ള ക്ഷണം, ദൈവമക്കളെന്ന തിരിച്ചറിവോടെ ജീവിക്കാനുള്ള ക്ഷണം, ഹൃദയം തുറന്ന് യേശുവിനെ സ്വീകരിക്കാനുള്ള ക്ഷണം. ഇന്നത്തെ ദിവസം നമുക്കൊരു തീരുമാനമെടുക്കാം. എൻ്റെ ജീവിതത്തിൽ യേശുവിൻ്റെ പ്രകാശം കൂടുതൽ തെളിയട്ടെ. എൻ്റെ ചിന്തകളിലും വാക്കുകളിലും പ്രവൃത്തികളിലും അവൻ്റെ സ്നേഹം പ്രതിഫലിക്കട്ടെ. ഈ തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ദൈവം നമ്മെ എല്ലാവരെയും ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.